നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF അധികാരത്തിലെത്തിയാൽ ഇടത് സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമം റദ്ദ് ചെയ്ത് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം അധികാരത്തിലെത്താത്തവർ നടത്തുന്ന പ്രചാരണമാണെന്ന LDF ജില്ലാ ചെയർമാൻ ജോസ് പാലത്തിനാൽ. പൈനാവ് താന്നിക്കണ്ടം പെരിങ്കാല ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണമേന്മ കുറവുണ്ടെന്ന ആരോപണം. റോഡ് ടാറിംഗ് ജോലികളിൽ 27 വർഷത്തെ അനുഭവമുള്ള പ്രദേശവാസിയാണ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പരാതിയുമായി രംഗത്തെത്തിയത്. പ്രകൃതി മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് മലയോരത്തിന്റെ മണ്ണിൽ സൂര്യകാന്തിപ്പാടം ഒരുക്കി കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ. ബൈസൺ വാലി പഞ്ചായത്തിലെ 40 ഏക്കറിലാണ് മനോഹരമായ സൂര്യകാന്തിപ്പാടം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും അതിന്റെ ഭാഗമായി ജോസ് കെ മാണി MP ക്യാപ്റ്റനായിട്ടുള്ള മധ്യമേഖലാ ജാഥ വരുന്ന 9, 10 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തുമെന്ന് LDF ജില്ലാ ചെയർമാൻ ജോസ് പാലത്തിനാൽ. വിശദമായ വാർത്തകളിലേക്ക്. UDF അധികാരത്തിലെത്തിയാൽ ഇടത് സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമം റദ്ദ് ചെയ്ത് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം അധികാരത്തിലെത്താത്തവർ നടത്തുന്ന പ്രചാരണമാണെന്ന് LDF ജില്ലാ ചെയർമാൻ ജോസ് പാലത്തിനാൽ. പ്രതിപക്ഷ നേതാവ് കൂടി ചേർന്നാണ് നിയമസഭയിൽ ഭേദഗതി ബിൽ പാസാക്കിയതെന്നും ജോസ് പാലത്തിനാൽ. പുതിയ നിർമ്മാണങ്ങൾ അനുമതി നൽകുന്നില്ലെന്ന ആരോപണത്തിനും പരിഹാരമാകും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുതിയ നിർമ്മാണങ്ങൾക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. ഇടത് സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും സ്വതന്ത്ര കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ക്രമവൽക്കരണം പണമുണ്ടാക്കാനും അഴിമതിക്കും വേണ്ടിയാണെന്ന ആരോപണമടക്കം ഉയരുന്ന സാഹചര്യത്തിലാണ് UDF അധികാരത്തിലെത്തിയാൽ LDF സർക്കാർ കൊണ്ടുവന്ന നിയമം റദ്ദു ചെയ്ത പുതിയ നിയമം കൊണ്ടുവരുമെന്ന കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തത്. എന്നാൽ ഇത് അധികാരത്തിലെത്താത്തവരുടെ പ്രചരണം മാത്രമാണെന്നും LDF സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് LDF ജില്ലാ ചെയർമാൻ ജോസ് പാലത്തിനാലിന്റെ പ്രതികരണം. അത് UDF അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ UDF അധികാരത്തിൽ വന്ന് ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ആ പ്രതിപക്ഷ നേതാവും കൂടി നിയമസഭയിൽ ഐക്യകണ്ഠേന കൈവക്കി പാസ്സാക്കിയ നിയമമാണിത്. അദ്ദേഹവും പരസ്യമായി പറഞ്ഞു, ഈ നിയമനിർമ്മാണമല്ലാതെ ഇതിന് മറ്റൊരു വഴിയില്ല. അത് നിയമസഭയിൽ വരികയില്ലാത്തവരും ഭരണത്തിൽ വരികയില്ലാത്തവരും ഇവിടെ ഇടുക്കിയിൽ നടത്തുന്ന ഒരു പ്രചരണമാണ്. ഈ പ്രചരണം നടത്തുന്നവരാരും അവർക്ക് നിയമസഭയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്സൊക്കെ ആവശ്യമായിട്ട് വരും. പ്രചരണത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവർ അവർ MLA-മാരാകുന്നവരോ ജനപ്രതിനിധികളാകുന്നവരോ അല്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവർ സ്വപ്നം കാണേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ഭരണ തുടർച്ച ഉണ്ടാകാൻ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് UDF ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്നുള്ളത് അത് യാഥാർത്ഥ്യം ആകാൻ പോകുന്നതല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് അവരിപ്പോഴേ സ്വപ്നം കാണേണ്ട കാര്യമില്ല. അത് നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ജനം ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം. ഒപ്പം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി നൽകുന്നില്ലെന്ന ആരോപണവും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിനും പരിഹാരമാകുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. അതുപോലെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നില്ലെന്നുള്ളതാണല്ലോ അടുത്ത പരാതി. അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. അത് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കത്തക്ക രീതിയിൽ ഗവൺമെൻറ് നടപടികൾ മുഴുവൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മുടെ ജില്ലയിൽ ആരംഭിക്കാൻ കഴിയും. അതനുസരിച്ച് ഗവൺമെൻറ് നടപടികൾ മുഴുവൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള ആശങ്കയും നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ടോ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായും പരിഹാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കണ്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ UDF-ഉം കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാന വിഷയം പട്ടയ ഭൂപ്രശ്നങ്ങളും നിയമ ഭേദഗതിയും തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പൂർത്തീകരിക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. സിറ്റിവിഷൻ രാജാക്കാട്. പൈനാവ് താന്നിക്കണ്ടം പെരിങ്കാല ബൈപ്പാസ് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണമേന്മ കുറവുണ്ടെന്ന ആരോപണം. റോഡ് ടാറിംഗ് ജോലികളിൽ 27 വർഷത്തെ അനുഭവമുള്ള പ്രദേശവാസിയാണ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പരാതിയുമായി രംഗത്തെത്തിയത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഷി അഗസ്റ്റിൻ MLA-യുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ തന്നെ ഗുണമേന്മയെക്കുറിച്ച് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇടയ്ക്ക് പ്രദേശവാസിയുടെ പരാതിയെ തുടർന്ന് ചില ഭാഗങ്ങളിൽ ജോലികൾ നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഏകദേശം 250 മീറ്റർ ഭാഗം വീണ്ടും ടാർ ചെയ്തത്. ഏകദേശം 98 ലക്ഷം രൂപ ചെലവിൽ നടത്തിയ ഈ നിർമ്മാണം BM&BC നിലവാരത്തിൽ പൂർത്തിയാക്കേണ്ടതാണെങ്കിലും ആവശ്യമായ ഗുണനിലവാരം പാലിച്ചിട്ടില്ലെന്നാണ് ആരോപണം. ചില ഭാഗങ്ങളിൽ റോഡ് വിണ്ടുകീറിയ നിലയിലാണെന്നും
വിള്ളലുകൾ മണ്ണിട്ടടച്ചതായി കാണുന്നതായും പരാതിക്കാരനായ ബിനു പറയുന്നു. BMEC ചെയ്യേണ്ടതാണ്, BM മാത്രമേ ചെയ്തിട്ടുള്ളൂ. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. ഞാൻ റോഡ് ഓടിക്കുന്ന വർഷങ്ങൾ 27 വർഷമായിട്ട് ഞാൻ റോഡ് ഓടിക്കുന്ന ആളാണ്. ഞാൻ ഇല്ലാത്ത സമയം നോക്കി ടാർ ചെയ്തു. ഇതിനകത്ത് അഴിമതിയുണ്ട്, അന്വേഷിക്കണം. ഞാൻ മന്ത്രിക്കൊക്കെ മെയിൽ വിട്ടിട്ടുണ്ട്. ഒരു കണ്ടോന്നറിയാൻ പാടില്ല, പ്രതികരിച്ചിട്ടില്ല. 89 ലക്ഷം രൂപ അനുവദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലെക്സൊക്കെ വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇത് ചെയ്യണം, മാന്യമായിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ തെളിവ് സഹിതം കാണിച്ചു തരാം. ഇതോടൊപ്പം ഡ്രൈനേജ് സംവിധാനങ്ങളും റോഡ് കെട്ടുകളും ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും പൂർണ്ണമായിട്ടില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. നിർമ്മാണ പ്രവർത്തനത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേടുണ്ടോ എന്ന സംശയവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സിറ്റി വിഷൻ ഇടുക്കി. ഇനി കാണാം ബ്യൂട്ടി സ്പോട്ട്. സൂര്യകാന്തി പൂക്കൾ എപ്പോഴും കണ്ണിന് കുളിര് പകരുന്ന കാഴ്ചയാണ്. ആ മനോഹാരിത ആസ്വദിക്കാൻ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വരും. എന്നാൽ പ്രകൃതി മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് മലയോരത്തിന്റെ മണ്ണിൽ സൂര്യകാന്തിപ്പാടം ഒരുക്കിയിരിക്കുകയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ. ബൈസൺവാലി പഞ്ചായത്തിലെ 40 ഏക്കറിലാണ് ഏലക്കാടുകൾക്കിടയിലൂടെ മലയിറങ്ങി ചെല്ലുമ്പോഴുള്ള മനോഹരമായ ആ സൂര്യകാന്തിപ്പാടം. സൂര്യനെ നോക്കി ചിരിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ മനോഹാരിത ആരെയും ആകർഷിക്കും. പക്ഷേ അത് ആസ്വദിക്കാൻ പലപ്പോഴും നമുക്ക് തമിഴ്നാട് അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കണം. എന്നാൽ ഇടുക്കി മലയോരത്തിന്റെ മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ മനോഹരമായ സൂര്യകാന്തിപ്പാടം ഒരുക്കിയിരിക്കുകയാണ് ബൈസൺ വാലിയിലെ കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ. ബൈസൺ വാലി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ മെയിൻ റോഡിനോട് ചേർന്ന 40 ഏക്കറിലാണ് പച്ചപ്പിന് നടുവിലായി തല ഉയർത്തി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുള്ളത്. സ്വദേശീയരും വിദേശീയരുമായ നിരവധി സഞ്ചാരികൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജിജോ സൂര്യകാന്തിപ്പാടം സഞ്ചാരികൾക്കായി ഒരുക്കുന്നുണ്ട്. 2 വിഭാഗമായിട്ടാണ് കൃഷി. ഒരു ഭാഗത്തെ പൂക്കാലം അവസാനിക്കുമ്പോൾ മറുഭാഗത്ത് പൂക്കാലം ആരംഭിക്കും. സൂര്യകാന്തി ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ടൂറിസമാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബൈസൺവാലിയിൽ ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. 1 ഏക്കറിലധികം വരുന്ന സ്ഥലം ഒരു മനോഹരമായ പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം. വിവിധയിനം മുളകൾ നട്ടുപരിപാലിച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്നവർക്ക് ഇവയുടെ ചുവട്ടിൽ വിശ്രമിച്ചു മടങ്ങാം. നല്ല തണുത്ത കാലാവസ്ഥ. ഇതോടൊപ്പം മറ്റൊട്ടനവധി ചെടികളും ഇവിടെ നട്ടുപരിപാലിക്കുന്നുണ്ട്. കൂടാതെ കുട്ടികൾക്കായി ചെറിയൊരു പാർക്കും ഒരുക്കി. അതുകൊണ്ട് തന്നെ ജിജോയുടെ ഈ പ്രകൃതി സൗഹൃദ പാർക്കിലേക്ക് എത്തുന്ന കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും ഏറെ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. സിറ്റി വിഷൻ ബൈസൺ വാലി. പരിസ്ഥിതി പ്രകൃതി പഠനയാത്ര സംഘങ്ങളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് അണക്കര ചെല്ലാർകോവിൽ എക്കോ ടൂറിസം ശലഭ ഉദ്യാനം. നെടുങ്കണ്ടം ഹോളി ക്രോസ് കോൺവെന്റ് സ്കൂളിൽ നിന്നുള്ള 180ഓളം പേരടങ്ങുന്ന സംഘമാണ് ഇന്നലെ ശലഭോദ്യാനം സന്ദർശിച്ച് മടങ്ങിയത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി വിനോദ ഉപാധികൾ, പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുള്ള വാച്ച് ടവർ തുടങ്ങിയവയ്ക്ക് പുറമെ 100 കണക്കിന് അമൂല്യങ്ങളായ ഔഷധ സസ്യങ്ങളുടെയും അപൂർവയിനം വൃക്ഷലതാദികളുടെയും കേന്ദ്രമാണ്
ചെല്ലാർകോവിൽ എക്കോ ടൂറിസം സെന്റർ. സ്വദേശികളും വിദേശികളുമായി നിരവധി വിനോദസഞ്ചാരികളും ഒപ്പം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും പരിസ്ഥിതി പഠനം നടത്തുന്നതിനുമായി പഠന വിനോദയാത്രാ സംഘങ്ങളും ഇവിടെ എത്തിച്ചേരാറുണ്ടെന്ന് ടൂറിസം കേന്ദ്രത്തിലെ മേൽനോട്ടം വഹിക്കുന്ന ബിജുമോൻ വർഗീസ് പറയുന്നു. ഇടുക്കി ജില്ലയിലെ മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ചെല്ലാർകോവിൽ എക്കോ ടൂറിസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പ്രകൃതി സൗഹൃദ ടൂറിസമാണ്. ഒരു വ്യൂ പോയിന്റിൽ വന്നു പോയി എന്നതിലുപരി കൂടുതൽ അറിവ് നേടി, അതായത് ചെടികളെയും പൂക്കളെയും പൂമ്പാറ്റകളെയും കുറിച്ച് കൂടുതൽ അറിവ് നേടി കടന്നു പോകാനായിട്ട് ഇവിടെ ഇപ്പോൾ കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും വിസിറ്റേഴ്സിനും കഴിയുന്നു എന്നുള്ളതാണ് വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന 3 ഏക്കറിൽ ക്രമീകരിച്ചിരിക്കുന്ന ആയുർവേദ ഗാർഡനുകളിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിരിക്കുന്ന ഒരുപാട് സസ്യങ്ങളും ഔഷധ ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടി കടന്നു പോകാനായിട്ട് ഇവിടെ വരുന്ന ഓരോ വിസിറ്റേഴ്സിനും കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാലയളവിലെ പ്രത്യേകത എന്ന് പറയുന്നത്. നെടുങ്കണ്ടം ഹോളി ക്രോസ് കോൺവെന്റ് സ്കൂളിൽ നിന്നുള്ള 150ഓളം പേർ അടങ്ങിയ സംഘമാണ് ഇന്നലെ ശലഭ ഉദ്യാനത്തിലെത്തിയത്. രാവിലെ എത്തിയ പഠനയാത്രാ സംഘത്തിന് എക്കോ ടൂറിസം കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശലഭ ഉദ്യാനത്തിലെ അപൂർവ ഇനം സസ്യ ഔഷധ ശേഖരത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ജീവനക്കാർ കുട്ടികൾക്ക് പകർന്നു നൽകി. തുടർന്ന് നാടൻപാട്ടും കലാപരിപാടികളുമായി കുട്ടികളും അധ്യാപകരും പഠനയാത്ര ഉല്ലാസപൂർണ്ണമാക്കി. പ്രീ പ്രൈമറി സെക്ഷൻ ഹെഡ്മിനിസ്റ്റർ സിസ്റ്റർ ഗ്രേസി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കുട്ടികളും അധ്യാപകരും പഠനയാത്രയ്ക്കായി എത്തിയത്. സിറ്റി വിഷൻ കുമളി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തുടനീളം വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നതെന്നും ജോസ് കെ മാണി MP ക്യാപ്റ്റനായിട്ടുള്ള മധ്യമേഖല ജാഥ വരുന്ന 9, 10 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തുമെന്നും LDF ജില്ലാ ചെയർമാൻ ജോസ് പാലത്തിനാൽ പറഞ്ഞു. 9-ാം തീയതി പീരുമേട് മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാർ, ഉടുമ്പൻചോലയിലെ നെടുങ്കണ്ടം എന്നിവിടങ്ങളിലും 10-ാം തീയതി ദേവികുളം മണ്ഡലത്തിലെ അടിമാലി, ഇടുക്കി മണ്ഡലത്തിലെ ചെറുതോണിയിലും തുടർന്ന് തൊടുപുഴയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. അതുപോലെ മധ്യമേഖല ജാഥയാണ് ഇടുക്കി ജില്ലയിലൂടെ കടന്നു പോരുന്നത്. അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP ആണ് നയിക്കുന്നത്. ആ ജാഥ 9-ാം തീയതി ഇടുക്കി ജില്ലയിൽ 9-ാം തീയതി വണ്ടിപ്പെരിയാറ്റിൽ, പീരുമേട് നിയോജകമണ്ഡലത്തിലെ വണ്ടിപ്പെരിയാറ്റിൽ എത്തിച്ചേരും. ആദ്യം 35-ാം മൈലിൽ നിന്നും ജാഥയെ സ്വീകരിച്ച് വണ്ടിപ്പെരിയാറ്റിലെത്തും. വണ്ടിപ്പെരിയാറ്റിൽ നിന്നും ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ നെടുങ്കണ്ടത്തിൽ അന്നത്തെ 2ാമത്തെ യോഗം നടക്കും. അതിനുശേഷം 10-ാം തീയതി രാവിലെ അടിമാലിയിൽ ആരംഭിക്കും. അടിമാലി ആരംഭിച്ച് ഇടുക്കി നിയോജകമണ്ഡലത്തിലെ ചെറുതോണി, അതിനുശേഷം വൈകിട്ട് തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ തൊടുപുഴ. അങ്ങനെ 5 നിയോജകമണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തുന്ന വികസന മുന്നേറ്റ ജാഥ ഇടുക്കിയിലൂടെ കടന്നു വരികയാണ്. അത് വലിയ രാഷ്ട്രീയ പ്രചരണ പരിപാടിയായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള LDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ള നിലയ്ക്കാണ് അത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കി രാജകുമാരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കാണ് രാജകുമാരിയിൽ സ്വീകരണമൊരുക്കിയത്. രാജകുമാരി വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ യോഗം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കിയത്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലെ ജനപ്രതിനിധികളും ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളിൽ വിജയിച്ച ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സ്വീകരണ യോഗം ഒരുക്കിയത്. വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ യോഗം യൂണിറ്റ് പ്രസിഡന്റ് VV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രവർത്തനം സുതാര്യമായതിനാലാണ് ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കുവാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികൾക്കും നിയമസഭ, പാർലമെന്റ്, അതേപോലെ പഞ്ചായത്ത്, മറ്റ് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഏത് ജനപ്രതിനിധികൾക്കും ഒരു സ്വീകരണം കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും ഞങ്ങളുടെ വ്യാപാരികളാണ്. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാരും തിരിച്ചു വന്നാലും ഞങ്ങൾക്ക് അവിടെ അവരെ വിളിച്ചൊരു സ്വീകരണം കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. സ്വീകരണം ഏറ്റുവാങ്ങിയ ജനപ്രതിനിധികൾ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ച് സംസാരിച്ചു. B ഡിവിഷൻ പെരിയകനാൽ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. മാങ്ങാത്തൊട്ടി ആവണക്കച്ചാൽ പാലം റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുക. ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക.
വ്യാപാരികൾ നൽകിയ സ്ഥലത്ത് ജൈവ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനപ്രതിനിധികൾക്ക് യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി റോയി വർഗീസ, യൂണിറ്റ് സെക്രട്ടറി സോജൻ വർഗീസ, യൂത്ത് വിംഗ് പ്രസിഡന്റ് റിജോ കുര്യൻ, ട്രഷറർ OV ജോൺ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഈശ്വരൻ, വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയി, MN ഹരിക്കുട്ടൻ, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് തൊടുപുഴ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്നു. കമ്മീഷൻ അംഗം P. റോസ ഹർജികൾ പരിഗണിച്ചു. സിറ്റിംഗിൽ 5 പരാതികളാണ് പരിഗണിച്ചത്. ഇതിലൊരു പരാതി തീർപ്പാക്കി. ബാക്കിയുള്ളവ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു. PM കിസാൻ ഫണ്ടിൽ നിന്ന് ലഭിച്ച പണം ബാങ്കിൽ നിന്നും ലഭ്യമാകുന്നില്ലെന്ന പരാതിയാണ് കമ്മീഷൻ തീർപ്പാക്കിയത്. തുടർ നടപടിയുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാർക്ക് പണം ലഭിച്ചിട്ടുണ്ട്. യൂണിയൻ ബാങ്ക് ശാഖയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 8,000 രൂപ പിൻവലിക്കാൻ ബാങ്ക് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നൽകിയ പരാതിയായിരുന്നു. ആ പരാതി ബാങ്ക് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പൈസ പിൻവലിക്കാനുള്ള അംഗീകാരം കൊടുക്കുകയും അദ്ദേഹം പരാതിക്കാരൻ പൈസ പിൻവലിക്കുകയും ചെയ്തതായിട്ടുള്ള രേഖ സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതി പിൻവലിച്ച് കേസ് തീർപ്പാക്കുകയും ചെയ്തു. പുതുതായി വന്ന ഒരു പുതിയ കേസാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന അപേക്ഷ കൊടുത്തിട്ട് നാളിതുവരെയായി സീനിയോറിറ്റി ലിസ്റ്റിലുണ്ടായിട്ടും പരാതിക്കാരി പരിഗണിച്ചില്ല എന്ന അപേക്ഷയാണ്. അത് തുടർ നടപടിക്കായി മാറ്റിവെച്ചു. ഇടവേള. രാജക്കാടിന്റെ ഹൃദയഭാഗത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേബീസ് മാൾ 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, 2 നിലകളുള്ള ആധുനിക കെട്ടിടം, സൗകര്യപ്രദമായ എസ്കലേറ്റർ സൗകര്യം, ഏകദേശം 100 വാഹനങ്ങൾക്ക് മതിയായ പാർക്കിംഗ് സൗകര്യം, വ്യാപാരത്തിനും ഷോപ്പുകൾക്കും ഏറ്റവും അനുയോജ്യമായ റെന്റലിന് റെഡിയായ റൂമുകൾ ഇപ്പോൾ ലഭ്യമാണ്. ടൗണിന്റെ മധ്യഭാഗത്തുള്ള മികച്ച ലൊക്കേഷൻ, ഉയർന്ന ഉപഭോക്തൃ സാന്നിധ്യം, നിങ്ങളുടെ ബിസിനസിന് മികച്ച അവസരം. ഷോപ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ബേബീസ് മാൾ, രാജക്കാട്. ഇന്ന് തന്നെ ബന്ധപ്പെടുക 9061415447. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കേരള ഡെമോക്രാറ്റിക് പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി ചെറുതോണിയിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് KJ ജോസ്മോൻ ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും കൂടുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജില്ലാതല യോഗം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് MM ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സാജു M ഫിലിപ്പ്,
റോണി തോട്ടുങ്കൽ, PK ജയൻ, അനൂപ് ജോസ്, ജില്ലാ ഭാരവാഹികളായ സതീശൻ M, രാമു M, ജിൻസൺ ജോയി, തങ്കച്ചൻ വടക്കേൽ, ഷാജി ജോസഫ്, ദിലീപ്, CC ജോർജ്, ആൻഡോ ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അണക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാരിയൽ കൃഷ്ണൻ നാരായൺ സ്മരണം നടത്തി. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന മാരിയൽ കൃഷ്ണൻ നായരുടെ 8ാമത് വാർഷിക അനുസ്മരണ ചടങ്ങാണ് നടന്നത്. നിരവധി വർഷങ്ങൾ ഇടുക്കി ജില്ലയിലെ വ്യാപാരി വ്യവസായികളുടെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മാരിയൽ കൃഷ്ണൻ നായരെന്ന ചടങ്ങിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം അണക്കര വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം ഇടുക്കി ജില്ലയിലും കേരള വ്യാപാരി വ്യവസായ സംഘടനയെ പടുത്തുയർത്താൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വലിയ നേതാവായിരുന്നു ശ്രീ മാരിയൽ കൃഷ്ണൻ നായരെന്ന് നമുക്ക് ബഹുമാനപൂർവ്വം പറയാൻ കഴിയും. ഇടുക്കി ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങളിലും കേരള വ്യാപാരി വ്യവസായ സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ എത്രമാത്രം നമ്മൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പീരുമേട് വർക്കിംഗ് പ്രസിഡന്റ് സാബൂസ് കറിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KVVS അണക്കര യൂണിറ്റ് സെക്രട്ടറി ജോജു കുരുവിള, വൈസ് പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ, ട്രഷറർ അരവിന്ദാക്ഷൻ ചെട്ടിയാർ, യൂത്ത് വിംഗ് സെക്രട്ടറി സോബിൻ ആക്കിലേറ്റ്, ജെയ്സ് കാവുങ്കൽ, ബാബു സുരഫി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, കുമളി. ഇടുക്കി ഉപ്പതറ CHSയിൽ നിന്നും വിരമിച്ച നഴ്സിംഗ് അസിസ്റ്റന്റ് D. രൂപന് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. നഴ്സിംഗ് അസിസ്റ്റന്റായി 17 വർഷത്തെ സേവനത്തിന് ശേഷമാണ് രൂപൻ വിരമിക്കുന്നത്. ഉപ്പതറ 9 ഏക്കർ സ്വദേശിയായ രൂപൻ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നിന്നാണ് ജോലിയിൽ പ്രവേശിച്ചത്. 17 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറെക്കാലവും ഉപ്പതറ CHSയിൽ തന്നെയാണ് ജോലി നോക്കിയത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചപ്പോഴും ഇദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ സേവനത്തിനായി മെഡിക്കൽ ഓഫീസർ പ്രത്യേക താൽപര്യപ്രകാരം ഉപ്പുതറയിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. ജോലിക്കൊപ്പം ആശുപത്രിയിലും പരിസരവും ശുചിയായി സൂക്ഷിക്കുവാനും ആശുപത്രിയോട് ചേർന്നുള്ള സ്ഥലത്ത് പച്ചക്കറികളും മറ്റു കൃഷികൾ ചെയ്യാൻ സമയം കണ്ടെത്തിയിരുന്നു. യാത്രയയപ്പ് സമ്മേളനം മെഡിക്കൽ ഓഫീസർ മിനി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി അബ്രഹാം ജോസഫ് അധ്യക്ഷത വഹിച്ചു. സീനിയർ നഴ്സിംഗ് ഓഫീസർ പുഷ്പ PS, LHS ഷൈല ജോർജ, ഷാജി ഉമ്മൻ, HI ഇൻചാർജ് ഷാജി സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും തിരുനാളിന് കൊടിയേറി. മുൻ ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ കുന്നപ്പള്ളി കൊടിയേറ്റ് നടത്തി. ഫെബ്രുവരി 8-ാം തീയതി വരെയാണ് തിരുനാള്. മുൻ ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ കുന്നപ്പള്ളി കൊടിയേറ്റ് നടത്തിയതോടെയാണ് തിരുനാളിന് തുടക്കമായത്. 1985 മുതൽ 1992 വരെയുള്ള 7 വർഷക്കാലം നമ്മുടെ ഇടവകയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തു. ഈ തിരുനാൾ ദിവസം 2-ാം തീയതി രാവിലെ 10 മണി മുതൽ കൊമ്പടിഞ്ചാൽ വാർഡിലേക്കുള്ള വീട്ടുപ്രദക്ഷിണം, വൈകിട്ട് 3:30 വാഹന പ്രദക്ഷിണവും തുടർന്ന് നൊവേന, കാഴ്ച സമർപ്പണം, വിശുദ്ധ കുർബാന, ലതീഞ്ഞ എന്നിവയും നടത്തപ്പെടും. ഫാദർ ജോയൽ വെള്ളിക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചൊവ്വാഴ്ച മുനിയറ വാർഡിലേക്കുള്ള വീട്ടുപ്രദക്ഷിണം നടത്തും. ബുധനാഴ്ച മുള്ളരിക്കുടി വാർഡിലേക്കും വ്യാഴാഴ്ച പണിക്കൻകുടി കുരിശിങ്കൽ വാർഡിലേക്കും 6-ാം തീയതി വെള്ളിയാഴ്ച ഇടുക്കി രൂപതയിലെ നവവൈദികർ ചേർന്ന് വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയർപ്പിക്കും. ഫാദർ മെൽഫിൻ കരിവേലിക്കൽ സന്ദേശം നൽകും. തുടർന്ന് സെമിത്തേരിയിൽ പൊതു ഓഫീസും ഉണ്ടായിരിക്കും. 7-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4-ന് നൊവേന, തിരുനാൾ പാട്ടുകുർബാന എന്നിവയ്ക്ക് ഫാദർ വിനീത മേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മുനിയറ കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടക്കും. ഫാദർ ജോൺ പൊള്ളാനിക്കൽ സന്ദേശം നൽകും. രാത്രി 8-ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ആകാശവിസ്മയവും വാദ്യമേളവും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും. തിരുനാൾ സമാപന ദിവസമായ ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 7:30 വിശുദ്ധ കുർബാന, വൈകിട്ട് 4 മണിക്ക് നൊവേന, തിരുനാൾ പാട്ടുകുർബാന എന്നിവയ്ക്ക് ഫാദർ ജെറിൻ നടുത്തുണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോർജ് കൊച്ചുപുരയ്ക്കൽ സന്ദേശം നൽകും. തുടർന്ന് ക്യൂൻമേരി നഗറിലേക്ക് പ്രദക്ഷിണവും സമാപന ആശീർവാദവും സ്നേഹവിരുന്നും നടത്തപ്പെടും. വൈകിട്ട് 7:30 കോഴിക്കോട് റെഡ് ഐഡിയാസിന്റെ ഗാനമേളയും ഉണ്ടാകും. ഫെബ്രുവരി 2 മുതൽ 5 വരെ വൈകിട്ട് 6-ന് വാഹന വെഞ്ചരിപ്പിനുള്ള സൗകര്യവുമുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ബിനോയ് തേനമാക്കൽ, കൈക്കാരന്മാരായ ടിജി തോട്ടുങ്കൽ, അഭിലാഷ് പട്ടരുകണ്ടത്തിൽ, ആൽബിൻ പുത്തൻപുരയ്ക്കൽ, നിജേഷ് കുന്നക്കാട്ട് എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, കൊന്നത്തടി. കമ്പംമെട്ട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് തുടക്കമായി. ഫെബ്രുവരി 7 വരെയാണ് പെരുന്നാൾ നടക്കുക.
ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയോടെയാണ് പെരുന്നാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റ് നടന്നു. പ്രധാന പെരുന്നാൾ 5, 6, 7 തീയതികളിൽ നടക്കും. 5-ന് രാത്രി 7-ന് ഫാദർ മാത്യു തോമസ് സുവിശേഷ പ്രസംഗം നടത്തും. 6-ന് രാത്രി 7-ന് മുങ്കിപ്പള്ളം കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടക്കും. ഫാദർ സ്കറിയ ജോർജ് നിരവേൽ സുവിശേഷ പ്രസംഗം നടത്തും. തുടർന്ന് അച്ചക്കട കുരിശടിയിലേക്കും തിരികെ ദേവാലയത്തിലേക്കും പ്രദക്ഷിണം നടക്കും. 7-ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് മൂന്നുമേൽ കുർബാന നടക്കും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ, വെള്ളി ഗ്രാമിന് 320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF അധികാരത്തിലെത്തിയാൽ ഇടത് സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമം റദ്ദ് ചെയ്ത് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം അധികാരത്തിലെത്താത്തവർ നടത്തുന്ന പ്രചാരണമാണെന്ന LDF ജില്ലാ ചെയർമാൻ ജോസ് പാലത്തിനാൽ. പൈനാവ് താന്നിക്കണ്ടം പെരിങ്കാല ബൈപ്പാസ് റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണമേന്മ കുറവുണ്ടെന്ന ആരോപണം. റോഡ് ടാറിംഗ് ജോലികളിൽ 27 വർഷത്തെ അനുഭവമുള്ള പ്രദേശവാസിയാണ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പരാതിയുമായി രംഗത്തെത്തിയത്. പ്രകൃതി മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് മലയോരത്തിന്റെ മണ്ണിൽ സൂര്യകാന്തിപ്പാടം ഒരുക്കി കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ. ബൈസൺവാലി പഞ്ചായത്തിലെ 40 ഏക്കറിലാണ് മനോഹരമായ സൂര്യകാന്തിപ്പാടം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും അതിന്റെ ഭാഗമായി ജോസ് കെ മാണി MP ക്യാപ്റ്റനായിട്ടുള്ള മധ്യമേഖലാ ജാഥ വരുന്ന 9, 10 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും പര്യടനം നടത്തുമെന്ന് LDF ജില്ലാ ചെയർമാൻ ജോസ് പാലത്തിനാൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.